ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നമുക്ക് ഇതേപോലെ 3 പീസുകൊണ്ട് ചിക്കൻ പീസുകൊണ്ട് നമുക്ക് കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മുടെ 3 ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ച ശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിക്കട്ടെ. അധികം വെള്ളം ഒഴിക്കരുത്. അതിന് ശേഷം ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ചിക്കൻ വേവിച്ച വെള്ളത്തിൽ തന്നെ നമ്മൾ 6 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഇതേപോലെ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് വേവിച്ചെടുക്കുക. 2-3 വിസിലിൽ വെന്ത് വരുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ ഇതേപോലെ നന്നായിട്ട് പിച്ചിച്ചീന്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സബോള അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 5-6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ഒരു തക്കാളിയുടെ 1/4 ഭാഗം കൂടെ നന്നായിട്ട് കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലത്തെ വെള്ളം നന്നായിട്ടൊന്ന് വലിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ പാകം. ഈ വലിച്ചിൽ കളയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് വലിഞ്ഞു വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയ ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നോർമൽ മിൽക്ക് ബ്രെഡാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. നൈസായിട്ട് പൊടിക്കരുത് കേട്ടോ. തരിതരിപ്പായിട്ടാണ്, അതായത് വലിയ തരിതരിപ്പായിട്ടാണ് നമുക്ക് പൊടിക്കേണ്ടത്. എന്നാലാണ് നമ്മളുടെ കട്ട്ലേറ്റിൻ്റെ പുറം ഭാഗത്തിന് നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ് കിട്ടുള്ളൂ. ഇനി ഒരു കോഴിമുട്ട ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ ഉരുളക്കിഴങ്ങ് കൂട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് ഇതേപോലെ കുഴച്ചെടുത്തിട്ട് ഇതേപോലെ നമ്മൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഓരോ കട്ട്ലേറ്റ് എടുത്തിട്ട് ആദ്യം മുട്ടയിൽ മുക്കുക. അതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ ബ്രെഡ് ക്രംസും ഒറ്റയടിക്ക് ഒരു പാത്രത്തിലിടരുത്, കുറേശ്ശെയായിട്ടൊരു പാത്രത്തിലിട്ടിട്ട് ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ ബ്രെഡ് ക്രംസ് കട്ട പിടിച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒരു പ്ലേറ്റിലിട്ടിട്ട് നമ്മളിത് മുഴുവൻ ഇതേപോലെ നമ്മൾ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കി കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഇത് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ഫ്രീസറിൽ വെക്കുകയാണ്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുമ്പോൾ ഈ ബ്രെഡ് ക്രംസ് കരിയാതെ കിട്ടും. അതൊരു ട്രിക്കാണ് കേട്ടോ. ഇതിന് മമ്മിയുടെ നിന്ന് ഞാൻ പഠിച്ച ട്രിക്കാണ്. അങ്ങനെ നമ്മൾ നന്നായിട്ട് മുക്കി വറുക്കുക. 2 ഭാഗവും നല്ല ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കില്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.